ഈ ജനവിധിയെ ഞാൻ പരിപൂർണമായിട്ടും അംഗീകരിക്കുകയാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ് ജയിക്കുക. ആ നിലയിൽ ഈ ജനവിധിയെ പരിപൂർണമായും ഞാൻ അംഗീകരിക്കുകയാണ്. എന്നാൽ അതേസമയം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, SIR ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വോട്ടർമാർ വന്നപ്പോഴും CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചില്ല, അവരുടെ കിട്ടിയ വോട്ട് വർദ്ധിച്ചില്ല. വളരെ നാമമാത്രമായ വർധനവ് മാത്രമാണ് ഉണ്ടായത്. എന്നാൽ അതേസമയം UDF വോട്ടുകൾ 12,000-ഓളം വോട്ടുകൾ UDF കുറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടുകൾ ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ UDF-ഉം CPM-ഉം തമ്മിലുള്ള LDF-ഉം തമ്മിലുള്ള അന്തരമാണ്. UDF വോട്ട് കുറഞ്ഞതാണ് ഈ ഭീമമായിട്ടുള്ള മാർജിന് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ CPM സ്വാധീനത്തിലുണ്ടായിട്ടുള്ള വർധനവല്ല. അത് എന്തുകൊണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. UDF പരിശോധിക്കേണ്ട കാര്യമാണെങ്കിൽ UDF പരിശോധിക്കണം. ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞങ്ങൾ വൈകുന്നേരം യോഗം ചേർന്നു. ഞങ്ങൾ ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പിന്നെ UDF പരിശോധിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞു മീഡിയാസും പരിശോധിക്കണം. കാരണം മീഡിയാസ് സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ, സമൂഹത്തെ അലർട്ടാക്കുന്ന ഒരു വിഭാഗമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് പിന്നെ മീഡിയയും ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. പിന്നെ ഞാൻ ടീം UDF ഭാഗമാണ്. കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ആവേശകരമാണ്. പിന്നെ കേരളത്തിലെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അഭൂതപൂർവമായ ജനമുന്നേറ്റമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിലുടനീളം ഉണ്ടായത്. അത് അതേ രൂപത്തിൽ ഇവിടെയും പ്രതിഫലിക്കേണ്ടതായിരുന്നു. ഇവിടെ ഞങ്ങളുടെ കണക്കൊന്നും തെറ്റിയിട്ടില്ല. യഥാർത്ഥത്തിലുള്ള 5000 വോട്ടിന് ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് സംഭവിക്കാതിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, UDF വോട്ടിൽ വന്നിട്ടുള്ള വൻ കുറവാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അവരത് പരിശോധിക്കണം, ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എല്ലാവരും അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നാണ് അഭിപ്രായം. CPM വോട്ടിൽ വർധനവൊന്നും ഉണ്ടായിട്ടില്ല. 60 ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ. ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്,